വെൽക്കം. റഹ്മാനാണ്. ഈ വീഡിയോ ഹൈപ്പർ ആസിഡിറ്റി, പെപ്റ്റിക് അൾസേഴ്സ്, ഗ്യാസ്ട്രോഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് GERD, ഈ കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡ് പെപ്റ്റിക് ഡിസീസസ്, ആസിഡ് മൂലമുള്ള പെപ്റ്റിക് ഡിസീസ് എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്നുകളാണ് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗം. സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. PPIs എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഡ്രഗ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഈ വിഭാഗം പറഞ്ഞത് എല്ലാം തന്നെ പ്രസോൾസ് ആണെന്നാണ്. പ്രസോൾ. സോ മരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒമിപ്രസോൾ ആണ് ആദ്യത്തെ മരുന്ന്. ദെൻ അതിന്റെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഐസോമർ ആയിരുന്നു ഒമിപ്രസോൾ ഉണ്ട്. ദെൻ ലാൻസോപ്രസോൾ ഉണ്ട്, അതിന്റെ ഡെക്സ് ലാൻസോപ്രസോൾ ഉണ്ട്, പാൻഡോപ്രസോൾ ഉണ്ട്, റബിപ്രസോൾ ആൻഡ് ഡെക്സ് റാബിപ്രസോൾ, ദെൻ ഇലാപ്രസോൾ. സോ ഇതൊക്കെയാണ് മരുന്നുകൾ. ആൻഡ് പുതിയൊരു മരുന്ന് കൂടി വരുന്നുണ്ട്, അതാണ് ടെനാറ്റോപ്രസോൾ എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടി വരുന്നുണ്ട്. ദെൻ ഇതുണ്ട്. ഇതല്ലാതെ വേറെ ഇതിനോട് വളരെയധികം അടുത്ത ഒരു ഗ്രൂപ്പ് മരുന്നുണ്ട്, അത് പ്രസാൻസ് എന്ന് വിളിക്കും. അതിൽ വരുന്ന മരുന്നുകൾ റേവ പ്രസാൻ ഉണ്ട്, ദെൻ വോണോപ്രസാൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, ദെൻ ടെഗോപ്രസാൻ. സോ ഇങ്ങനെ പ്രസാൻസ് എന്ന് പറഞ്ഞ വേറെ ഗ്രൂപ്പ് കൂടി മരുന്നുണ്ട്. അതിനെ കുറിച്ച് ഏറ്റവും അവസാനം പറയാം. സോ നമുക്കപ്പോൾ പറയേണ്ടത് പ്രധാനപ്പെട്ട ഈ മരുന്നുകളെ കുറിച്ചാണ് കൂടുതൽ പറയേണ്ടത്. എല്ലാം തന്നെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്, പ്രസോൾസ്. അപ്പൊ നമുക്ക് എന്താണ് പ്രോട്ടോൺ പമ്പ് എന്ന് പറയാം. സോ നമ്മുടെ സ്റ്റൊമക്കിൽ ഇതാണ് നമ്മുടെ സ്റ്റൊമക്കിൽ ആമാശയത്തിൽ ഗാസ്ട്രിക് ഗ്ലാൻസ് ആണ് HCl ഉണ്ടാക്കുക. ഗാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്. ആൻഡ് ഗ്ലാൻസിലെ HCl ഉണ്ടാക്കുന്ന ആളുടെ പേര് പരൈറ്റൽ സെൽസ് എന്നാണ്. പരൈറ്റൽ സെൽസ് അല്ലെങ്കിൽ നമ്മളവയെ ഓക്സിൻറ്റിക് സെൽസ് എന്നാണ് വിളിക്കുക. ഓക്സിൻറ്റിക് സെൽസ് ഓർ പരൈറ്റൽ സെൽസ്. സോ ഭക്ഷണം വരുമ്പോൾ കൂടുതൽ HCl ഉണ്ടാക്കണം. അല്ലാത്ത സമയങ്ങളിൽ രാത്രിയിലും HCl ഉണ്ടാകുന്നുണ്ട്. അതിന് നമ്മൾ ബേസൽ സെക്രീഷൻ എന്ന് പറയും. സോ സെഫാലിക് ആൻഡ് ബേസൽ സെക്രീഷൻ. സപ്പോസ് നമുക്ക് ഇതൊന്ന് വരച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പരൈറ്റൽ സെൽ എന്ന് വരച്ചു കഴിഞ്ഞാൽ, ഇതാണ് പരൈറ്റൽ സെൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സോ ഇതിനെ ഉത്തേജിപ്പിക്കാൻ ഭക്ഷണം എത്തുമ്പോൾ നമ്മുടെ വാഗസ് നെർവ്, സോ ഇത് വാഗസ് നെർവിന്റെ അറ്റാണെന്ന് വിചാരിക്കുക, ഇവിടെ നിന്ന് അസറ്റൈൽ കൊളീൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ അസറ്റൈൽ കൊളീൻ ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്, അതിങ്ങനെ വരയ്ക്കണം. M3 റിസപ്റ്റേഴ്സിനെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ, സോ ഇതിനെ ഉത്തേജിപ്പിക്കുക, HCl പുറത്തേക്ക് വരും, സെക്രീറ്റ് ചെയ്യും. ആൻഡ് ഇതിന് ചുറ്റുമുള്ള വേറെ സെല്ലാണ് എൻറ്ററോക്രോമാഫിൻസ് ലൈക്ക് സെൽസ്, ECL സെൽസ് എന്ന് പറയും. ആൻഡ് ഇതിൽ നിന്ന് ഹിസ്റ്റമിൻ ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് വിടും. ആൻഡ് ഇത് ഇവിടെയുള്ള റിസപ്റ്ററിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ H2 റിസപ്റ്ററിൽ പ്രവർത്തിച്ചു, അപ്പോഴും ഇത് ഉത്തേജിപ്പിക്കപ്പെടും. സോ ഇത് സാധാരണ ബേസൽ സെക്രീഷൻ ആണ്. ഇനി നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് തന്നെ, ഇതേ സ്റ്റൊമക്കിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ഒരു ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഗ്യാസ്ട്രിൻ നമുക്ക് ഇതിനെയും ECL സെൽസിനെയും ഉത്തേജിപ്പിക്കും, നമ്മുടെ പരൈറ്റൽ സെല്ലിനെയും ഉത്തേജിപ്പിക്കും. ആൻഡ് ഇതുവഴി CCK2 കോളിസിസ്റ്റോകൈനിൻ 2 റിസപ്റ്റർ വഴി ഇതിനെ ഉത്തേജിപ്പിക്കാം. സോ ഏത് വഴിയായാലും HCl ഉണ്ടാവാൻ, ആസിഡ് ഉണ്ടാകാൻ പരൈറ്റൽ സെൽസിലെ ഇതിലെ കനാലിക്കുലയിലെ, ഇതാണ് കനാലിക്കുല റീജിയൻ എന്ന് പറയും. സോ ഈ ഭാഗമാണ് കനാലിക്കുല. ഈ ഭാഗം കനാലിക്കുലയാണ്. കനാലിക്കുലയിലെ ഒരു ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ ഓർ പമ്പ്, ഇവിടെ ഒരു പമ്പ് ഉണ്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ ഉണ്ട്. ഈ ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ ഉത്തേജിക്കപ്പെട്ടാൽ HCl ഉണ്ടാകും. ഈ പമ്പാണ് H+K+ATPase എന്ന് പറയുക, അല്ലെങ്കിൽ H+ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആണ്. സോ അതിനെ നമ്മൾ പ്രോട്ടോൺ പമ്പ് എന്ന് വിളിക്കും. സോ പ്രോട്ടോൺ പമ്പ് വഴിയാണ് ഇതുണ്ടാകും. ആൻഡ് അങ്ങനെ H+ പുറത്തേക്ക് വരും. ദെൻ ക്ലോറൈഡ് ഇവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ HCl ആകും. സോ ഇതിലൂടെ H+ പുറത്തേക്ക് വരികയാണെങ്കിൽ, 2 H+ പുറത്തേക്ക് വരുമ്പോൾ 2K അകത്തേക്ക് കയറണം, 2 പൊട്ടാസ്യം അകത്തേക്കും കയറും. സോ നമ്മുടെ മരുന്നുകൾ പ്രസോൾസ് തടയുന്നത് ഇവിടെയാണ് പ്രസോൾസ് ആക്ട് ചെയ്യുക. പ്രസോൾസ് ദേ ആർ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. ദേ ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ആണ് എന്ന് ഓർക്കും. ആൻഡ് കോവാലന്റ്ലി അവിടെ പിടിമുറുക്കുകയാണ്, കോവാലന്റ് ബോണ്ട് വെച്ച് പിടിച്ച് ഇൻഹിബിറ്റ് ദ എൻസൈം ഓർ ട്രാൻസ്പോർട്ടർ പമ്പിനെ തടയുന്നു. സോ H+ പമ്പിംഗ് ഇല്ലെങ്കിൽ HCl ഇല്ലാതെയാകും. മരുന്ന് എത്ര ശതമാനം വരെ HCl സെക്രീഷൻ തടയുന്നു വെച്ചാൽ, ദീസ് ആർ വെരി പവർഫുൾ ഡ്രഗ്. 80-99% HCl പ്രൊഡക്ഷനും തടയാം. കാരണം അവസാനത്തെ സ്റ്റെപ്പാണ് തടയുക. ആൻഡ് മരുന്ന് എങ്ങനെയൊക്കെ കിട്ടും എന്ന് വെച്ചാൽ, ഓറൽ നമുക്ക് കിട്ടും, ടാബ്ലറ്റ് ആയിട്ട് കിട്ടും, ക്യാപ്സുലായിട്ട് കിട്ടും, ഈവൻ സസ്പെൻഷൻസ് ആയിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സം ആർ അവൈലബിൾ ആസ് ഇഞ്ചക്ഷൻ ആയിട്ട് നമുക്ക് വായിലൂടെ കൊടുത്താൽ, ഇപ്പോൾ മരുന്ന് കൊടുത്താൽ, ഇത് ഇൻഡസ്റ്റൈൻ ആണെന്ന് വിചാരിക്കുക, കുറേ കൂടിയാണ് ഇൻഡസ്റ്റൈൻ, വായിലൂടെ മരുന്ന് എങ്ങനെ കൊടുത്തു, ഇവിടെ എത്തി സ്റ്റൊമക്കിലെത്തി കഴിഞ്ഞാൽ ഈ മരുന്ന് നശിച്ചു പോകും. സോ ദീസ് ആർ ഡ്രഗ്സ് ആർ ഡിഗ്രേഡഡ് ബൈ ദ HCl ഇൻ ദ സ്റ്റൊമക്. ആസിഡ് വഴി ഈ മരുന്ന് നശിച്ചു പോകും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളെല്ലാം തന്നെ എൻഡറിക്കോട്ടഡ് ആണ്. എൻഡറിക്കോട്ടഡ് ഓർ ഡിലേഡ് റിലീസ്, അങ്ങനെയൊക്കെ പല രീതിയിലാണ്. ഡിലേഡ് റിലീസ് ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞ് മരുന്ന് ഇവിടെ എത്തി ഇങ്ങനെ പോയി സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തും. സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്ലഡ് ബ്ലഡിലൂടെ പോയി വീണ്ടും അവസാനം നമ്മുടെ ഈ സ്ഥലത്ത്, എവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പരൈറ്റൽ സെൽസിൽ പുറകോശം വഴി ബേസോ ലാറ്ററൽ മെംബ്രെയിൻ വഴി സെൽസിനകത്ത്. അങ്ങനെയാണ് മരുന്ന് സെൽസിനകത്തെത്തുക. ആൻഡ് ദീസ് ഡ്രഗ്സ് ആർ പ്രോ ഡ്രഗ്സ്. നമ്മൾ കൊടുക്കുന്ന മരുന്നല്ല ആക്ഷൻ കിട്ടുക, അത് മാറി വേറെ എന്തെങ്കിലും ആയിട്ട് മാറണം. സോ ദീസ് ഡ്രഗ് ഹാസ് ടു കൺവേർട്ട് ഇവിടെ ആക്റ്റീവ് ഫോം
ഫോം എന്ന് പറയുന്നത് രണ്ട് ഫോം ഉണ്ട്. വൺ ഈസ് സൾഫീനാമൈഡ് ആകണം, അല്ലെങ്കിൽ സൾഫോണിക് ആസിഡ് പോലുള്ള സംഭവങ്ങൾ ആക്റ്റീവ് ഫോം ആയിട്ട് മാറിയിട്ടാണ് ഇത്. സോ ദീസ് ഡ്രഗ്സ് വിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ മരുന്ന് വിൽ ഗെറ്റ് പ്രോട്ടോണേറ്റഡ് ആകുന്നു. ആക്റ്റീവ് ഫോം കാറ്റോണിക് ഫോം ആയിട്ടുള്ള സൾഫിനമൈഡ് ഓർ സൾഫോണിക് ആസിഡ് ആയിട്ട് മാറിയിട്ടാണ് എന്ത് ചെയ്യുക, ഇവിടെയുള്ള ഈ പമ്പിന്റെ ഇറിവേഴ്സിബിളി അതിനെ തടയുന്നത് അപ്പോഴാണ്. സോ അപ്പൊ അവസാനം H+K+ATPase ആ പമ്പിന്റെ പ്രവർത്തനം ഇറിവേഴ്സിബിൾ ആയിട്ട് തടയുന്നു. ആൻഡ് ഇത് തടയുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കുക, ജസ്റ്റ് വിചാരിക്കാൻ അതിനോട് ഒരു സിസ്റ്റീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അതിന്റെ സൾഫൈഡ്രൽ ഗ്രൂപ്പിലാണ് ഇത് വന്ന് ഒട്ടിപ്പിടി. ആൻഡ് ഈ മരുന്നപ്പൊ കഴിക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഹാസ് ടു ബി ഗിവൺ ഇൻ എംപ്റ്റി സ്റ്റൊമക്ക്, വെറും വയറ്റിലാണ്. നമ്മൾ സാധാരണ പറയാം 20 to 30 മിനിറ്റ് ആഹാരത്തിന് മുമ്പ് കഴിക്കണം എന്നാണ് പറയാ. കാരണം എന്താ വെച്ചാൽ ഈ സമയത്താണ് വെറും വയറ്റിൽ അല്ലെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിലാണ് ഇവിടെ കൂടുതലായിട്ട് ഈ സംഭവങ്ങൾ, ഈ പമ്പ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് സമയത്താണ്. പമ്പ് ഇവിടെ ഉണ്ടാകും, അത് ഇങ്ങോട്ടേക്ക് അധികം എടുത്തു വെക്കുന്നത് ഈ സമയത്താണ്. ഓക്കെ, സോ ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ H+K+ATPase ആണ് മാക്സിമം ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ മാത്രമല്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആസിഡ് സെക്രീഷൻ, ഫുഡ് മൂലമുള്ള ആസിഡ് സെക്രീഷൻ കൂടും. അപ്പോൾ മരുന്ന് വരുമ്പോൾ അത് വീണ്ടും നശിച്ചു പോകാനുള്ള സാധ്യതയും ഉണ്ട് ഭക്ഷണത്തോടൊപ്പം കൊടുത്താൽ. സോ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മരുന്ന് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കണം, അല്ലെങ്കിൽ ആഹാരത്തിന് 2 മണിക്കൂറൊക്കെ ശേഷം, ദിവസം ഒരു നേരമാണെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കാം. ആൻഡ് ഒരു ഡോസ് കൊടുത്താൽ തന്നെ ആസിഡ് സെക്രീഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. പക്ഷേ പീക്ക് എഫക്റ്റ് ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് ഒക്കെ കിട്ടും. പക്ഷേ തുടർച്ചയായിട്ട് ഒരു 5 ദിവസം എങ്കിലും കഴിയുമ്പോഴാണ് നമുക്കൊരു 70% എങ്കിലും ഫുള്ളായിട്ട് ഇൻഹിബിഷൻ കിട്ടുക. അതിനെ തുടർച്ചയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ 80 to 99% കിട്ടും. ആൻഡ് മരുന്നിന്റെ T-half ഒക്കെ കുറവാണ്, കുറച്ച് നേരം ഉള്ളൂ, 2 മണിക്കൂറേ ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ ഇതിവിടെ പോയി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിവിടാത്തതുകൊണ്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇറിവേഴ്സിബിൾ ആയതുകൊണ്ട് അതിന് ദിവസം മുഴുവൻ 24 to 48 hours നമുക്ക് ഫലം കിട്ടും എന്നുള്ളതാണ്. മരുന്ന് ലിവറിൽ വെച്ചിട്ട് നശിച്ച് അതൊക്കെ അങ്ങ് പൊക്കോളും. പക്ഷേ 24 to 48 മണിക്കൂർ നമുക്ക് തുടർച്ചയായിട്ട് ഫലം കിട്ടും. ആൻഡ് ദിവസങ്ങളോളം നമ്മൾ ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ 2 to 5 ദിവസമെങ്കിലും പിടിക്കും ഈ സംഭവങ്ങൾ വീണ്ടും പുതുതായിട്ടുണ്ടായി ഇവിടെ വന്ന് ചേരാനൊക്കെയായിട്ട് സമയം പിടിക്കും. ആൻഡ് ഇഞ്ചക്ഷനായിട്ട് നമ്മൾ കൊടുക്കുക. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു, പാൻറ്റോപ്രസോൾ ഉണ്ട്, ഒമിപ്രസോൾ നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് കിട്ടും, ദെൻ റാബിപ്രസോൾ നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ കൊടുക്കാം. ആൻഡ് മരുന്നിൽ ഏറ്റവും പൊട്ടന്റ്, ഇതിൽ ഏറ്റവും വീര്യമുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് റാബിപ്രസോൾ ആണ് ഏറ്റവും വീര്യം ഉള്ളതെന്ന് പറയാം നമുക്ക്. ദെൻ അതേപോലെ തന്നെ വീര്യമുള്ളതാണ് ഇലോപ്രസോൾ എന്ന് പറയുന്ന മരുന്ന്. ഇതിന്റെയൊക്കെ ഡോസ് നോക്കിയാൽ നമുക്കറിയാം 5 മില്ലിഗ്രാം 10 മില്ലിഗ്രാം ഒക്കെയാണ്, ബാക്കിയെല്ലാം 20 40 അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലാൻസോപ്രസോൾ ആണ്. ലാൻസോപ്രസോൾ ഒരു 15-ന്റെയും 30-ന്റെയാണ് നമുക്ക് അവൈലബിൾ ആയി. ബാക്കിയെല്ലാം 20 മില്ലിഗ്രാം അല്ലെങ്കിൽ 40 മില്ലിഗ്രാം ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പൊട്ടൻസി ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് പൊട്ടൻസി ഇതാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഇത് മരുന്ന് കഴിക്കുക ദിവസം ഒരു നേരമാണ്, OD ആണ്, അതും രാവിലെ ഫസ്റ്റ് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുക. ചിലപ്പോൾ വൈകിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവാം, എങ്കിലും അതാണ് സമയം. 2 നേരം നമ്മൾ കൊടുക്കാറുണ്ട് ഈ മരുന്ന്. അത് നമ്മൾ കൊടുക്കുന്നത് അൾസർ കിറ്റ് ഞാൻ ഏറ്റവും അവസാനം അതിനെപ്പറ്റി ഒന്ന് പറയാം. സോ അൾസർ കിറ്റിൽ രാവിലെയും കഴിക്കണം വൈകുന്നേരവും കഴിക്കണം 2 നേരം. ബാക്കി എല്ലാ സമയത്തും നമ്മൾ ദിവസം ഒരു നേരമായിരിക്കും കഴിക്കുക. ഈ ഒമിപ്രസോളും ഇഞ്ചക്ഷൻ ആയിട്ട് അവൈലബിൾ ആണ്, ഞാൻ വിട്ടുപോയതാണ്. ദെൻ ഈ ഗ്രൂപ്പ് മരുന്നുകളിൽ ഓരോ മരുന്നുകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒമിപ്രസോൾ ആൻഡ് അതിന്റെ വെറൈറ്റി ഒമിപ്രസോൾ എന്ന് പറയുന്ന മരുന്നുകൾക്ക് മറ്റു മരുന്നുകളായിട്ട് ഡ്രഗ് ഇന്ററാക്ഷൻ ഉള്ള സാധ്യതകൾ കൂടുതൽ. പാൻറ്റോപ്രസോൾ, റബിപ്രസോൾ, ലാൻസോ ഇവയ്ക്ക് പക്ഷേ ഡ്രഗ് ഇന്ററാക്ഷൻ കുറവാണ്. സോ ഈ 2 മരുന്നുകൾക്ക് ഡ്രഗ് ഇന്ററാക്ഷൻ, ഉദാഹരണത്തിന് ഒമിപ്രസോൾ ഒക്കെ ആണെങ്കിൽ ഫെനിറ്റോയിൻ നമുക്കറിയാം എപ്പിലെപ്സിക്ക് കൊടുക്കാം, ദെൻ ഡയാസിപാം ഉറക്കത്തിനൊക്കെ കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളുടെ മെറ്റബോളിസം തടഞ്ഞ് ഈ മരുന്നുകളുടെ ആക്ഷൻ കൂടുതലായിരിക്കും. വേറൊരു പ്രശ്നം വാർഫാറിനാണ്. വാർഫാർ എന്ന് വെച്ചാൽ ബ്ലഡ് തിന്നറായിട്ട് ഉപയോഗിക്കുന്നത്, അതിൻ്റെ മെറ്റബോളിസം തടയുമ്പോൾ അതിൻ്റെ ആക്ഷൻ കൂടും, അപ്പോൾ ബ്ലീഡിങ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടും. സോ അളവ് വർദ്ധിപ്പിക്കുന്നത് ടോക്സിറ്റി കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ദെൻ ഒമിപ്രസോൾ എന്ന് പറയുന്ന മരുന്ന് വീണ്ടും ഇത് തന്നെ ഡ്രഗ് ഇന്ററാക്ഷൻ തന്നെയാണ്, ഞാൻ പറയാം CYP2C19 അതിനെ തടയുന്ന മരുന്നാണ്. അതിനെ തടയുമ്പോൾ ക്ലോപ്പിഡോഗ്രൽ എന്ന് പറയുന്ന മരുന്ന്, അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുക സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞ ആൾക്കാരിൽ ദിവസേന കഴിക്കുന്ന മരുന്നായിരിക്കും. അതിന് ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളതാണ്. സോ ഈ മരുന്നിന്റെ ആക്ടിവേഷൻ ഇല്ലാതെയാക്കും. ആക്ടിവേഷൻ കുറയ്ക്കുമ്പോൾ അത് കൺവേർട്ട് ചെയ്യണം ആക്ടിവേഷന് വേണ്ടിയിട്ട്. സോ അത് കുറഞ്ഞാൽ ഈ മരുന്നിന്റെ ഫലം കുറയും. സോ ക്ലോപ്പിഡോഗ്രലും ഒമിപ്രസോളും കൂടി ഒരുമിച്ച് കഴിക്കാതിരിക്കുക. മറ്റ് വേറെ ആണെങ്കിൽ കുഴപ്പമില്ല, ലാൻസോപ്രസോളോ റാബിപ്രസോളോ മറ്റ് പാൻറ്റോപ്രസോളോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒമിപ്രസോളിനാണ് ഈ പ്രശ്നം. ദെൻ ക്ലാരിത്രോമൈസിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ഉണ്ട്, അത് നമ്മൾ അൾസർ കിറ്റിലുള്ളതാണ്. സോ അതും ഒമിപ്രസോളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മെറ്റബോളിസം കുറയ്ക്കുന്നതുകൊണ്ട് ഇതിന്റെ ഫലം കൂട്ടും. സോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്ററാക്ഷൻ ആണ്, നല്ലൊരു ഇന്ററാക്ഷൻ. ഇനി ഒമിപ്രസോളും ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന പുരുഷ ഹോർമോണാണല്ലോ. ഒമിപ്രസോൾ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ ഒരു ഇന്ററാക്ഷൻ പറയുന്നുണ്ട്, ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയ്ക്കുന്നു, അപ്പോൾ മെയിൽ അങ്ങനെയൊക്കെയുള്ള ഗൈനക്കോമാസ്റ്റിയ. പക്ഷേ അത് പഠനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ അത്
പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കുന്ന എല്ലാ പഠനങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് അതിനെ തള്ളിക്കളയാം, തെളിയിക്കപ്പെട്ടിട്ടില്ല. ദെൻ ഗുരുതര കരൾ രോഗികൾ, ലിവർ അസുഖം ഉള്ള ആൾക്കാരിലാണെങ്കിൽ ലാൻസോപ്രസോൾ എന്ന് പറയുന്ന മരുന്നും ആൻഡ് ഓൾസോ ഒമിപ്രസോൾ എന്ന് പറയുന്ന മരുന്നും അളവ് കുറയ്ക്കും. വൃക്ക രോഗികളാണെങ്കിലോ കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ ഒരു മരുന്നും അളവ് കുറയ്ക്കാനായിട്ട് പറയുന്നില്ല എന്നുകൂടി പ്രത്യേകം ഓർക്കുക. സോ കമ്പാരിറ്റീവ്ലി ദീസ് ഡ്രഗ് ആർ സേഫർ ഇൻ കിഡ്നി ഡിസീസസ്. ഇനിയപ്പോൾ ഗർഭിണികളിൽ എല്ലാ മരുന്നും തന്നെ സേഫ് ആണ്. എല്ലാ മരുന്നും കാറ്റഗറി ബി ആണ്. കാറ്റഗറി ബി എന്ന് പറയുമ്പോൾ AB എന്ന് പറയുമ്പോൾ ഏറ്റവും സേഫ് ആണ്. പക്ഷേ ഒമിപ്രസോൾ എന്ന് പറയുന്ന ഈ ഒമിപ്രസോൾ ഈസ് കാറ്റഗറി C ആണ്. അപ്പോൾ അതുകൊണ്ട് ഒമിപ്രസോൾ മാറ്റി മറ്റു മരുന്നുകൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്. ഒമിപ്രസോളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എങ്കിലും നമുക്ക് കൂടുതൽ നല്ല ഉള്ളപ്പോൾ അതല്ല നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ ഉള്ളൊരു ഏറ്റവും സേഫായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുക ലാൻസോപ്രസോൾ ആണ് മിക്കവാറും ഗർഭിണികളാണെങ്കിൽ സാധാരണ രീതിയിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തരം ആസിഡ് പെപ്റ്റിക് ഡിസീസസ് അതിനെ കുറിച്ചാണ് പറയാം. ആസിഡ് പെപ്റ്റിക് ഡിസീസസ് ഏത് തരമാവട്ടെ, ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. ഏതെങ്കിലും ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് പെപ്റ്റിക് അൾസറിലാണെങ്കിൽ H. പൈലോറി മൂലമുള്ളതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഗ്യാസ്ട്രിക് അൾസർ ബിക്കോസ് ഓഫ് NSAIDs എന്ന് വെച്ചാൽ വേദനാ സംഹാരികൾ മരുന്നുകൾ, ബ്രൂഫൻ, ഡൈക്ലോഫെനാക് അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം അൾസർ വരാം നമ്മൾ പറഞ്ഞു. സോ അവിടെയായാലും നമ്പർ 1 ഡ്രഗ് ഈസ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. NSAID ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ നമുക്ക് മിസോപ്രോസ്റ്റോൾ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കാം. പക്ഷേ എങ്കിലും നമ്പർ 1 ഡ്രഗ് ഈസ് നമ്മളുടെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക, ഡ്രഗ് ഓഫ് ചോയ്സ്. ദെൻ റാബിപ്രസോൾ പോലുള്ളവ കുറച്ചുകൂടി വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ വലിയ സംഭവങ്ങളൊന്നും ഇല്ല അതിൽ, കാരണം ദിവസേന ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. ദെൻ H. പൈലോറിയിൽ നമ്മൾ പറഞ്ഞു, H. പൈലോറി ഇൻഫെക്ഷനിൽ നമ്മൾ അൾസർ കിറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അൾസർ കിറ്റായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു മരുന്ന് വെച്ചാൽ ദിസ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. ഒമിപ്രസോൾ ആകാം, ലാൻസോപ്രസോൾ, റാബിപ്രസോൾ ഏത് വേണമെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 2 നേരം കൊടുക്കണം എന്നുള്ളതാണ്. രാവിലെയും 1 നേരം, ദെൻ രാത്രി വൈകിട്ട് കൊടുക്കണം 2 നേരം. ബാക്കി എല്ലാത്തിലും നമ്മൾ 1 നേരമാണ് കൊടുക്കുക. സോ ആസ് എ മെമ്പർ ഓഫ് ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി ഉണ്ട്. ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, ദെൻ അമോക്സിസിലിൻ, ദെൻ മെട്രോണിഡസോൾ, ഇതാണ് ട്രിപ്പിൾ തെറാപ്പി. അല്ലെങ്കിൽ നമുക്ക് ഈ മരുന്നുകൾ മാറ്റാം ആവശ്യമുണ്ടെങ്കിൽ. ദെൻ ക്വാഡ്രാപ്പിൾ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പിയിൽ ബിസ്മുത്ത് പോലെയുള്ള സംഭവങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. സോ ഏതായാലും പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തെ ഉപയോഗം പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ തന്നെയാണ്. സോളിഞ്ചർ എല്ലിസൺ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിൽ നമ്മൾ കൊടുക്കുക. വളരെ ഉയർന്ന തോതിൽ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോൺ വളരെ ഉയർന്ന തോതിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിനോമാസ് ആണ് ഈ സോളിഞ്ചർ എല്ലിസൺ സിൻഡ്രോം എന്ന് പറയുന്നത്. സർജറിയാണ് ഇതിന് വേണ്ടത്. പക്ഷേ നമുക്ക് മരുന്നായിട്ട് കൊടുക്കണമെങ്കിൽ വി വിൽ ഗോ ഫോർ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആയിരിക്കും കൊടുക്കുക. മൂന്നാമത്തെ ഉപയോഗം GERD, ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് വെച്ചാൽ സ്റ്റൊമക്കിനകത്തുള്ള കണ്ടൻസ് നേരെ മുകളിലേക്ക് ഇങ്ങനെ ഇസോഫാഗസിലേക്ക് പോവുകയാണ്. ഇത് ഇസോഫാഗസ് ആണ്, ഇത് സ്റ്റൊമക്ക് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരിക, റീഗർജിറ്റേഷൻ വഴി ഉണ്ടാകുന്ന പ്രശ്നമാണ് GERD. അതിലും നമ്മൾ കൊടുക്കുക PPI ഈസ് ദ നമ്പർ 1 ഡ്രഗ്. ഇനി സ്ട്രെസ് അൾസർ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് മറ്റേ H2 ബ്ലോക്കർ മതി എങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് തന്നെയാണ്. സ്ട്രെസ് മൂലമുള്ള അൾസർ നമുക്കറിയാം. അപ്പോൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് പോലെ അങ്ങനെയുള്ള കോർട്ടിസോളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അൾസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ മറ്റുപയോഗം അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗി അല്ലെങ്കിൽ ശസ്ത്രക്രിയ, ഈ സമയത്തൊക്കെ ഉണ്ടാവാനുള്ള ആസ്പിറേഷണൽ ന്യൂമോണിയ ഉണ്ടാകും. എന്ന് വെച്ചാൽ വയറ്റിൽ കിടക്കുന്ന ഈ കണ്ടന്റ് ഇങ്ങോട്ടേക്ക് പോയി അത് മറ്റേ ലങ്സിനകത്തേക്ക് കയറി ഉണ്ടാകുന്ന പ്രശ്നമാണ് സർജറിക്കും ആ സമയത്ത്. അവിടെയും നമുക്ക് H2 ബ്ലോക്കേഴ്സ് ആണ് പണ്ടേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടെ എല്ലാം ഡ്രഗ് ഓഫ് ചോയ്സ് ആയിരുന്നു, പക്ഷേ ഇവിടെ ഇതാണ് ഇപ്പോൾ കൊടുക്കുന്നത് കൂടുതലായിട്ട് എന്ന് മാത്രം. ഇനി അടുത്ത ഉപയോഗം പെപ്റ്റിക് അൾസറിൽ അക്യൂട്ട് ബ്ലീഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അക്യൂട്ട് ബ്ലീഡിംഗ്, പെപ്റ്റിക് അൾസർ ഉള്ള രോഗിയാണ്, ബ്ലീഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും നമ്മൾ PPI പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഇഞ്ചക്ഷനായിട്ടായിരിക്കും അപ്പോൾ കൊടുക്കുക. ഇവിടെയൊക്കെ ഇഞ്ചക്ഷനായിട്ടായിരിക്കും കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ HCl കൂടുതൽ സെക്രീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. കൂടുതൽ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കണമല്ലോ. രക്തം കട്ട പിടിക്കാൻ അവിടെ HCl ആസിഡ് ഉണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കില്ല, രക്തം അലിഞ്ഞു പോകും. സോ അപ്പോൾ നമുക്ക് HCl കുറയ്ക്കണം. ആ HCl കുറച്ചാൽ രക്തം വേഗം കട്ട പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഉപയോഗിക്കുക. അല്ലാതെ ഈ മരുന്ന് പോയി രക്തം കട്ട പിടിപ്പിക്കുന്നില്ല, പക്ഷെ അതിനുവേണ്ടി സഹായിക്കും. ഇനി ഈ മരുന്ന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കണ്ടീഷൻ, നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഡോക്ടർമാർ എഴുതുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ മരുന്ന് തരും. ഉദാഹരണത്തിന് ആന്റിബയോട്ടിക്സ് ആകാം, അല്ലെങ്കിൽ വേദനാ സംഹാരികളായിരിക്കാം, അല്ലെങ്കിൽ GI ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഏത് മരുന്നാണെങ്കിലും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട്
വൈഡായിട്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ സാധാരണ രീതിയിൽ നമുക്ക് H2 ബ്ലോക്കേഴ്സ് റാനിറ്റിഡിനൊക്കെ മതി എങ്കിലും ഡോക്ടർമാരൊരു പ്രശ്നവും ഉണ്ടാകണ്ട എന്ന് കരുതി എഴുതുന്ന മരുന്നാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. ആൻഡ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ മാത്രമായിരിക്കില്ല എഴുതുക. ഇവിടെ മിക്കവാറും യോമിപ്രസോളിനൊപ്പം ലാൻസോപ്രസോളിനൊപ്പം അല്ലെങ്കിൽ പാൻഡോപ്രസോൾ, ഏത് പ്രസോൾ ആയാലും റാബിപ്രസോൾ, അതിനൊപ്പം വേറെ മരുന്ന് കൂടി ചേർക്കാറുണ്ട്. അതാണ് ഡോംപെരിഡോൺ എന്ന് പറയുന്ന ഷർദിലിനൊക്കെ എതിരായിട്ട് ഉപയോഗിക്കുന്ന നൗസിയ, വോമിറ്റിംഗ് അങ്ങനെയൊക്കെ കുറക്കുന്ന ഒരു പ്രോകൈനറ്റിക് ആണ്. പ്രോകൈനറ്റിക് ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒമിപ്രസോൾ, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ പ്ലസ് ഡോംപെരിഡോൺ, ഡിലേഡ് റിലീസ് ടാബ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഇതും കൂടി ചേർത്തൊക്കെ കഴിക്കുന്നതാണ്. ഛർദിൽ, മനംപെരട്ടൽ തുടങ്ങിയൊക്കെ തടയുന്നതാണ് ഡോംപെരിഡോൺ ചേർത്ത് കഴിക്കുക. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഓർ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്, ദോഷഫലങ്ങളാണ് നമുക്ക് പറയേണ്ടത്. സാധാരണ രീതിയിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള മരുന്നാണ്, ഗർഭിണികൾ വരെ കൊടുക്കാവുന്ന മരുന്നാണെന്ന് പറയുമ്പോൾ സേഫ്റ്റി ഈസ് ഓക്കെ. 2 3 അല്ലെങ്കിൽ 10 15 20 ദിവസമൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇഫ് യു ആർ ടേക്കിംഗ് ലോങ് ടേം, ദീർഘനാൾ തുടർച്ചയായിട്ടൊക്കെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ നമുക്കറിയാം സ്റ്റൊമക്കിലെ pH വർദ്ധിക്കും അല്ലെ. pH വിൽ ഇൻക്രീസ് എന്ന് വെച്ചാൽ ആസിഡ് കുറയും. സ്റ്റൊമക്കിലെ ആസിഡ് നമ്മുടെ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ അത്യാവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ ഡൈജഷനൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ അബ്സോർഷനൊക്കെ കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് കൂടുതൽ പ്രോട്ടീനെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് HCl കുറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് കാൽഷ്യം, അയേൺ, മഗ്നീഷ്യം, ഇതൊക്കെ അബ്സോർബ് ചെയ്യണമെങ്കിൽ ആസിഡ് വേണം. സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ടെങ്കിലേ ഇതൊക്കെ കൃത്യമായിട്ട് അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. സോ അതിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ കുറയും അല്ലെ. കാൽഷ്യം കുറഞ്ഞാൽ എന്ത് പറ്റും? കാൽഷ്യം സ്ഥിരമായിട്ട് വയസ്സായിട്ടുള്ള ആൾക്കാരാണ് കഴിക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ റിസ്ക് ഓഫ് ഹിപ്പ് ഫ്രാക്ചർ അല്ലെ, കാരണം ഓസ്റ്റിയോപോറോസിസ്, എല്ലുകളിൽ കാൽഷ്യം അടിയുന്നില്ല, കാൽഷ്യം കുറവാണ്, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകും. ദെൻ അയൺ കുറയുമ്പോൾ അയൺ ഡെഫിഷ്യൻസി, അനീമിയ ഉണ്ടാകാം, വിളർച്ച ഉണ്ടാകാം. മഗ്നീഷ്യം കുറഞ്ഞു കഴിയുമ്പോൾ ഹൈപ്പോ മഗ്നീഷീമിയ, അതുമായിട്ട് റിലേറ്റപ്പെട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാകും. ദെൻ പിന്നെ ഒരു പ്രശ്നം B12 ഡെഫിഷ്യൻസി ഉണ്ടാകാം. സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞേക്കാം. പക്ഷെ അല്ലാതെ സാധാരണ രീതിയിൽ B12 ഡെഫിഷ്യൻസി അങ്ങനെ അപൂർവമാണ് കാണുക എന്ന്. ദെൻ HClന് പിന്നെ വേറെയും പല ആക്ഷൻസ് ഉണ്ടല്ലോ. HCl നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ്. വയറ്റിലേക്ക് എത്തുന്ന ആ സംഭവങ്ങളൊക്കെ അല്ലേ, നമ്മൾ എന്തൊക്കെ കഴിച്ചാലും കുറച്ച് ബാക്ടീരിയാസ് ഒക്കെ അതിനകത്ത് ഉണ്ടാകും. ഇതിനൊക്കെ കൊല്ലണം അല്ലെ. അതിന് നമുക്ക് സ്റ്റൊമക്കിനകത്ത് HCl വേണം. സോ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. അപ്പോൾ സ്ഥിരമായിട്ട് HCl കുറവാണെങ്കിൽ അവിടെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉണ്ടാകാം. ബാക്ടീരിയകൾ കൂടുതലായിട്ട് തഴച്ചു വളരും. അത് അങ്ങനെ തഴച്ചു വളർന്ന് മുകളിലേക്ക് പോയി ലങ്സിലൂടെയും മറ്റും കമ്മ്യൂണിറ്റി അക്യൂർഡ് ന്യൂമോണിയ പിടിപെടാനുള്ള ചാൻസ് ഇങ്ങനെ സ്ഥിരം മരുന്ന് കഴിക്കുന്നവരിൽ കൂടുതലാണ്. ദെൻ ഓൾസോ സ്പോണ്ടേനിയസ് ബാക്ടീരിയൽ പെരിറ്റോണൈറ്റിസ്. പെരിറ്റോണിയം എന്ന് വെച്ചാൽ നമ്മുടെ ആ വയറ്റിനകത്തേക്കുള്ള സംഭവങ്ങളാണ്. സോ അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പിന്നെ സ്യൂഡോ മെംബ്രേനിയസ് കോളൈറ്റിസ്, ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വയറിളക്കമാണ് സ്ഥിരം കൂടിയ. ക്ലോസ്ട്രിഡിയം ഡിഫിഷൈൽ ഒക്കെ വഴി ഉണ്ടാകുന്ന വയറിളക്കം. സോ അതിനൊക്കെയുള്ള സാധ്യത വർദ്ധിപ്പിക്കുക. ദെൻ അതർ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസിനൊക്കെയുള്ള ചാൻസ് കൂടാം. അത് ക്രോണിക് ആയിട്ട് HCl കുറഞ്ഞു വെക്കുമ്പോൾ അവിടെ ബാക്ടീരിയകൾ തഴച്ച് വളരുന്നത് മൂലമുള്ള പ്രശ്നമാണ്. ഇനി അൽഷീമേഴ്സ് ഡിസീസിന്റെ ചില പുതിയ പഠനങ്ങൾ പറയുന്നത് ഇത് തുടങ്ങുന്നത് GIT-യിൽ നിന്നും അല്ലെങ്കിൽ മൂക്കിൽ നിന്നുമൊക്കെയാണ്. അവിടെ നിന്നാണ് ബ്രെയിനിലേക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. സോ തുടർച്ചയായിട്ട് HCl കുറഞ്ഞു കഴിഞ്ഞാൽ അൽഷീമേഴ്സ് റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നു. സോ അൽഷീമേഴ്സ് ഡിസീസ് കൂടുതലാകാം എന്നുള്ള ആ റിസ്ക് ചാൻസ് കൂടുതലാണെന്നൊക്കെ ചില പഠനങ്ങളുണ്ട്. ദെൻ സോളിഞ്ചർ എല്ലിസൺ സിൻഡ്രോം, ഇത് കൂടുതലായിട്ടുണ്ടാകാം. തിയററ്റിക്കൽ ചാൻസ് ആണ്, കാരണം HCl കുറയുന്നു. HCl കുറഞ്ഞെന്ന് വിചാരിച്ച് ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിൻ ഉണ്ടാവും. ഗ്യാസ്ട്രിൻ ഉണ്ടാകുമ്പോൾ വീണ്ടും ഇൻക്രീസ്ഡ് ഗ്യാസ്റ്റാണ് നമ്മുടെ സോളിഞ്ചർ എല്ലിസൺ സിൻഡ്രോം എന്ന് പറയുന്നത്. പക്ഷേ ഇതും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ചാൻസസ് ആർ ദ. പിന്നെ നമുക്ക് മറ്റേ മരുന്ന് PCABs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം സൈറ്റ് കോമ്പറ്റീറ്റീവ് ബ്ലോക്കേഴ്സ് എന്നാണ് ആ മരുന്നുകളെ പറ്റി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ആ മരുന്നിന്റെ പേര് പ്രസാൻസ് എന്നാണ്. സോ ഇതും അവിടെ തന്നെയാണ്, ഈ നമ്മുടെ പരേറ്റൽ സെൽസിലെ ഇവിടെയുള്ള പ്രോട്ടോൺ പമ്പിൽ തന്നെയാണ്. പക്ഷെ പിടിക്കുന്ന സ്ഥലം വ്യത്യാസമുണ്ട്. ആ പൊട്ടാസ്യം സൈറ്റിലാണ്, K+ സൈറ്റിനടുത്താണ് ഇത് ബൈൻഡ് ചെയ്യുന്നതെന്നാണ് വ്യത്യാസം. ആൻഡ് പ്രസാൻസ് ആണ് ഇറിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ ബൈൻഡിങ് എന്നാണ് പറയുക. സോ ദീസ് ആർ റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ആണ്. റേവാപ്രസാൻ ഉണ്ട്, ദെൻ വാനോപ്രസാൻ ഉണ്ട്, ടെഗോപ്രസാൻ. ഇതൊന്നും ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നു. ഇനി H. പൈലോറിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അൾസർ കിറ്റ്സിനെ പറ്റി നമുക്ക് പ്രത്യേകമായിട്ട് പറയണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.